ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കൊച്ചു ഡേമ ലൈഫാണ്. ഇപ്പോൾ മോർണിംഗ് ആണ്, രാവിലെയാണ്. ഇതിപ്പം അവസാനിക്കലൊരു 4:30 ആ ടൈമിലേക്ക്. ഇപ്പം ടൈം 8:26 മോർണിംഗ് ആണ്, AM ആണ്. ഇപ്പം ഈവനിങ് 4:30 വരെ ഉണ്ടാകും ഈ ഡേമ ലൈഫ്. എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം. അങ്ങനെ രാവിലെ തന്നെ എണീച്ച ബ്രഷിങ്, പല്ല് തേക്കൂട്ടോ. പല്ല് തേക്കാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് അടിക്കണേ. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിലോട്ടേക്ക് പോവേ. മുടി എൻ്റെ അത്ര കെട്ടാവൂല, എന്നാലും രാവിലെ എണീച്ച് എന്തായാലും കെട്ടാകും. പിന്നെ ഏത് കെട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ളത് പറയണേ. എനിക്കധികം ഇഷ്ടം പോണിട്ടയിലാണ്. പോണിട്ടയിൽ ഇഷ്ടമുള്ളത് കമൻ്റ് അടിക്കാം. ഇപ്പം എൻ്റെ അത്ര കെട്ട രാവിലെ എണീച്ച് എന്തായാലും എൻ്റെ കെട്ടാവുന്നത്, അതേമാതിരി തന്നെ എൻ്റെ ആയതും കെട്ടാവൽ. പിന്നെ എനിക്ക് നല്ല വിശപ്പ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പോയി നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പോൾ നല്ല ചിക്കൻ കറിയും പൊറാട്ടയും നല്ല പാലിട്ട് നല്ല പാൽച്ചായ ഉണ്ട്, സൂപ്പറാണ്. ഇനി അങ്ങനെ ഞാൻ പാൽച്ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾക്ക് പാടത്തേക്ക് പോകാൻ പോയി. അങ്ങനെ പാടത്തേക്ക് പോകുമ്പോൾ നമുക്ക് മുഖമൊക്കെ ഒന്ന് തിളങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ടൈം ലൈഫ് കാണുകയാണെങ്കിൽ എൻ്റെ മേക്കപ്പ് എന്തൊക്കെ കാണുകയും ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനടുത്തൊരു ചെറുപ്പാണ്. അങ്ങനെ ഈ വട്ടച്ചെറുപ്പാണ് നമുക്കിങ്ങനെ സൈഡിലൊക്കെ നല്ല കെട്ടിറങ്ങും. ചിന്നാണ് ഞാൻ അത്ര കെട്ടിറക്കും. രാവിലെ കെട്ടിറക്കാലും വൈകുന്നേരം കെട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു പർപ്പിൾ ചീർപ്പാണ്, അങ്ങനെ കൂർത്ത ചീർപ്പില്ല, ആ പർപ്പിൾ ചീർപ്പാണ് ഞാനിങ്ങനെ സൈഡാക്കി വെക്കും. നമ്മളെ മുടിക്കൊരു മിനുസ് ഇങ്ങനെ കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ പിന്നെ ഐശ്വര്യവാരാവും. എനിക്ക് പറയാനറിയില്ല. എന്നിട്ട് ഇങ്ങനെ സൈഡൊക്കെ നമ്മൾ ബാക്കിൽ നല്ല തണുപ്പൊക്കെ കൂടും. അങ്ങനെ ഞാൻ ചീർപ്പുകൊണ്ട് വാർന്നൊക്കെ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൗഡറാണ് വൈറ്റ് ടൗൺ. കണ്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗഡർ ഏതാ പറയണേ? എനിക്ക് ഇഷ്ടമായിട്ടും വൈറ്റ് ടൗൺ ആണ്. അപ്പോൾ ഞാൻ വൈറ്റ് ടൗൺ നല്ല മണത്തൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തുറന്നിട്ട് ഞാൻ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. ഞാനങ്ങനെ കുറച്ചിട്ട് ഞാനിങ്ങനെ ക്രീം പോലെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഡോട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ കൊട്ട വിചാരിച്ചു. അങ്ങനെ കൈ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ടിങ്. ഞാൻ ക്രീം അപ്ലൈ ചെയ്യണ മാതിരി ഞാൻ എൻ്റെ മസാജിങ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാ. നിങ്ങളെ പൗഡർ ഇടുമ്പോൾ എങ്ങനെ പറയണേ? പക്ഷേ പൗഡർ ഇട്ടാൽ മതി പാടത്തേക്ക് തന്നെ ഇറങ്ങാൻ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാണ്. നമുക്ക് ഈ പൗഡർ ഇട്ടാൽ നല്ല വെളുപ്പും നല്ലൊരു മുഖത്തിന് ഒരു ഉന്മേഷം നൽകും. അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ് ടൗൺ പൗഡർ എന്ന് പറയുന്നത്. അടുത്ത ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കണം കേട്ടോ. ലിപ്സ്റ്റിക്ക് ഏത് ഫേവറേറ്റ് പറയണേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് ആട്ടെ. നല്ലൊരു കളറാണ്. അപ്പോൾ ഇതാ നല്ല ഞാനെനിക്കിത് കുറച്ച് ഇട്ടാൽ തന്നെ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇതായി ലിപ്സ്റ്റിക്കാണ്. ഞാൻ കൈയോട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. എന്നിട്ട് അടുത്ത ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ 3 കയറാണ് ഇടല്. ഈ ലിപ്സ്റ്റിക്ക് ഉണ്ട് ആവശ്യമില്ല. പക്ഷെ എൻ്റെ ചെറുതായിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഒന്ന് ഉന്മേഷം വരാൻ വേണ്ടിയിട്ടാ. എൻ്റെ ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് കൊളായി മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പാടത്തേക്ക് ഇറങ്ങാനല്ലേ. അങ്ങനെ ഞാൻ കൈയോട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാ. പിന്നെ എനിക്ക് അയിലിന് ഇടാൻ അത്ര അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനം ഇടണം കേട്ടോ. ഇത് കണ്ണിന് നല്ല ഉന്മേഷം, കണ്ണിന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടാ. പിന്നെ ഞാൻ എൻ്റെ സൂർമീനോട് എന്തോ പറഞ്ഞിട്ടാ. പിന്നെ ഇതാ എൻ്റെ കണ്ണിമിട്ട് കണ്ടില്ലേ, ഇട്ട് കഴിഞ്ഞിട്ട് കണ്ട കണ്ണിമ്മക്ക് ഇങ്ങനെ കണ്ട ചെറുതായിട്ട് ഒരു അപ്ലൈ ചെയ്ത മാതിരി ചെറുതായിട്ട് കൊള്ളാക്കണ്ട്. എന്നാലും കുഴപ്പമില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഈ ലിപ്സ്റ്റിക്കാണ്, ഈ ബ്രൗൺ ലിപ്സ്റ്റിക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് ഏതാ പറയണേ? അപ്പോൾ ഇതിൻ്റെ വില കേട്ട് ഏറ്റവും 860 രൂപയാണ്. നല്ല കളറല്ല, നമ്മൾ കൈമത്തന ഇട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഏറ്റവും വിലയുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ്. 880 രൂപ. 860 880 റുപ്യാണ്. കാരണം കൈമിട്ട് കണ്ട, ഞാൻ കൈമിട്ട് കാണിച്ചു തന്നില്ല, ബ്രൗൺ കളറ്. അപ്പോൾ ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല ചേരും. ഞാൻ പറഞ്ഞാൽ കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്താൽ തിക്കല്ലേ, അതുകൊണ്ട് നന്നായിട്ട് സ്പ്രെഡാവും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡിൻ്റെ ഇൻസൈറ്റിൻ്റെ ഹിമാലയൻ്റെ ആണ്. ഹിമാലയൻ്റെ കൺമേഷനിലാണ് ഇഷ്ടം. പിന്നെ ലിപ്സ്റ്റിക്ക് ചില അതിലൊക്കെ എനിക്ക് ഇൻസൈറ്റായിട്ട് ഇഷ്ടം. അങ്ങനെ ഞാൻ കുറച്ച് കൈയോടെടുത്ത് അപ്ലൈ ചെയ്ത് എൻ്റെ കോളായിക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇതിടാൻ അറിയില്ല കേട്ടോ. എനിക്ക് പിന്നെ പൗഡറിൽ വെച്ചാൽ വൈറ്റ് ടൗൺ ആണ്, അതിൻ്റെ കമ്പനിക്ക് അറിയില്ല. പിന്നെ ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചിങ്ങനെ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ചെയ്ത് പിന്നെ അടുത്ത് എനിക്ക് ഒന്നേ ഇടാനുള്ളൂ. ഈ ഇൻസൈറ്റിൻ്റെ ഞാൻ പറഞ്ഞൊരു ഐലൈനർ. ഈ വില കിട്ടും, നല്ല വില ഉണ്ട്. ഇതിൻ്റെ വില 860 രൂപയാണ്. ഇതിൻ്റെ
ഞാൻ പറഞ്ഞില്ല ലിപ്സ്റ്റിക്കിൻ്റെ മറ്റേ ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ ഒരേ വില ഉണ്ടാണ്. എനിക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട് ഉടനെ അറിയില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് കമ്പനിയെ പറയും? എനിക്ക് ഹിമാലയും ഇൻസൈറ്റിൻ്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടിട്ട് കാണാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇതാട്ടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് എൻ്റെ മേക്കപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ലുക്ക് കണ്ടോ, നല്ല കൺമശിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ലുക്ക് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലൊക്കെ അടുത്ത് നമുക്ക് പാടത്തേക്ക് പോയിട്ട് മേക്കപ്പ് എന്തിനാ വെറുതെ ചെയ്ത് നമുക്ക് പാടത്തേക്ക് പോകണം. അപ്പോൾ പാടത്തിട്ട് പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ പാടത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കപ്പുള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ പാടത്തെത്തി ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പാടത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പാടത്തെത്തി ശരിക്കും അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു അണലി പാമ്പുണ്ട്. അണലിക്ക് ചെറുതായിട്ട് പാറാനൊക്കെ കഴിയുമല്ലോ. അതുകൊണ്ട് കൊത്തും പേടിയാട്ടോ. ഞങ്ങൾക്ക് അവിടെ കാണിക്കണം വന്ന പക്ഷെ അവിടെ വന്നപ്പോൾ നല്ല പാമ്പ് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. സോറി മൈഡിയ. ഞങ്ങൾ അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മേലെ കണ്ട അവിടെ വണ്ടികളൊക്കെ നിർത്തുന്ന സ്ഥലങ്ങളാണ്. വണ്ടികൾ പിന്നെ നല്ല പുല്ലുകളാണ്. പച്ച വിരിച്ച പുല്ലുകൾ. പിന്നെ ആയിക്കോട്ടെ ഇങ്ങനെ പോകാം, ആ വീട്ടിലേക്ക് പോകാൻ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പച്ചപ്പുല്ലുകളാണ്. നിങ്ങൾക്ക് വേണ്ടി പച്ച വിരിച്ച പാടം. ഇത് പാടമായിട്ട് കരുതിയാൽ മതി. അതാണ് അവിടെ ഒരു വഴി കണ്ടെങ്കിൽ. പിന്നെ ഇവിടെയൊക്കെ ഒരു സ്ഥലങ്ങൾ നല്ല ഭംഗിയിൽ വ്യൂസാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കി അവിടെ കണ്ട നല്ല ചോപ്പ് ചെമ്പരത്തി, നല്ല നമ്മളിങ്ങനെ എന്താ പറയുക, റോസാപ്പൂ മരി ഇങ്ങനെ ചോക്കുന്ന ചെമ്പരത്തി, നമ്മൾ രക്തത്തിൻ്റെ കളറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചെമ്പരത്തിനെ നോക്കി എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചെമ്പരത്തി. പക്ഷെ അവിടെ റെഡ് കളർ കണ്ട അവിടെ കുഞ്ഞു ഓട്ടോ അതൊക്കെ ചെമ്പരത്തിയാണ്. പിന്നെ ഈ ഭാഗത്ത് വീടുണ്ട്, അപ്പോൾ ഒളിഞ്ഞു പോയതാണ്. ഞാൻ ഈ കാട്ടിൽ നടക്കൂല കേട്ടോ. അവിടെ ആകെ പാമ്പുകളാണല്ലേ, അവിടെ നിന്നൊക്കെ വന്നാലേ പേടി. പിന്നെ ഈ വ്യൂ കണ്ടെങ്കിൽ നല്ല പിങ്കിഷ് കളർ ആ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ. പക്ഷെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ആ വ്യൂ കണ്ട നല്ലൊരു ക്യൂട്ട് വ്യൂല് കണ്ട. ആകാശമൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വ്യൂ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആകാശത്ത് നോക്കി. പിന്നെ ഈ ഭാഗത്താണ് രസം. എന്നാലും ഒരു കോടമഞ്ഞിൻ്റെ മാരാണുള്ളത്. പിന്നെ ഇവർക്കൊക്കെ ലൈറ്റ് പിങ്ക് വന്ന് ഇവിടെ നല്ല പിങ്ക് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതാ വേറെ വീഡിയോ കാണിച്ചു തരാൻ വിചാരിച്ചു. കണ്ട ഇതാ നിങ്ങൾക്കായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുത്തന്ന്. ഡെമോ ലൈഫിലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ മുറ്റത്തേക്ക് അറിയാൻ കണ്ടത് അത് കാണിച്ചട്ടം. ആകാശത്തേക്ക് നോക്കിയപ്പം ഇത് സുർമിയാണ് എൻ്റെ കസിൻ പറഞ്ഞത് കേട്ടോ. അതാ കാരണം ആ തെങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തത്തെ വ്യൂസൊക്കെ കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലേ. ഉള്ളിൽ വേണ്ടല്ലോ കുറേ കാര്യങ്ങൾ. നമുക്ക് TV കാണാണ്ട് നിസ്കരിക്കാണ്ട് അങ്ങനെ കുറച്ചിങ്ങനെ. അപ്പം നമുക്ക് നേരെ ഉള്ളിലോട്ടേക്ക് പോകാം. ഞാൻ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 7:30 ഞങ്ങളിരിക്കും. എന്നിട്ട് ഇത് തീരലെ 8:30 കാരണം ഞങ്ങൾ ഉറങ്ങുന്ന ടൈം 9 മണി. ഇതിൻ്റെ പേരെന്ന് പറയുന്നത്, ഈ കാർട്ടൂണിൻ്റെ പേരാണ് ചോട്ടാ കിങ്. അപ്പം ഇത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതാ നിങ്ങൾക്ക് ഈ സ്കൂളിലൊക്കെ പൂട്ടിയോ? അപ്പോൾ ഞാനിത് 7:30 തുടങ്ങിയിട്ട് 8:30 തീരില്ലട്ടോ. നിങ്ങൾക്ക് ഈ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ 9:30 ഞങ്ങൾ കയ്യിലിട്ടോ. നിങ്ങളെ സ്കൂളൊക്കെ പൂട്ടിയോ? ഞങ്ങളെ സ്കൂൾ പൂട്ടാത്തവരൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നാളെ വലിയ ട്രാവൽ. ഇതിപ്പോൾ ചെറിയ സ്മോൾ ഒരു കുഞ്ഞ് ഡെമോ ലൈഫാണ്. ഇനി നമുക്ക് ബിഗ് ട്രിപ്പ് ട്രാവൽ മറ്റന്നാളെ ഒരു വലിയൊരു ട്രാവൽ ട്രിപ്പിൻ്റെ ഒരു ഡെമോ ലൈഫ് ഉണ്ടാവും. അതാരും കാണാൻ മറക്കരുത്. അപ്പം ഞങ്ങളിതാ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞങ്ങൾക്ക് ഇത്ര എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.